നമസ്കാരം ശ്രീ ഹരിപ്രസാദ് മേനോൻ. ഈ നമസ്കാരം മാഡം. കൂടൽമാണിക്യ വിഷയം, യെസ്, ജാതീയമായ വിവേചനം ഒന്നും അവിടെ ഇല്ല. ഇതൊരു പാരമ്പര്യമായ അവകാശത്തിന്റെ ഒരു വിഷയം മാത്രമാണ് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ശരിക്കും അതെന്താണ് സംഭവിച്ചത്? ഇത് ജാതീയമാക്കി തീർക്കാൻ ആർക്കായിരുന്നു ഇത്ര തിടുക്കം? തീർച്ചയായിട്ടും ഇത് ഞാൻ എന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൊക്കെ കൃത്യമായിട്ട് വ്യക്തമാക്കിയിരുന്നു. ഇത് തന്ത്രിമാരും ദേവസ്വവും തമ്മിലുള്ള ഒരു അധികാര അവകാശ തർക്കമാണ്. അപ്പോ അവിടെ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് രണ്ട് തരത്തിലുള്ള ജീവനക്കാരാണ് ഉണ്ടാവുക. ഒന്ന് കാരായ്മ എന്ന് പറയും. പാരമ്പര്യമായിട്ട് അവിടുത്തെ ഏതെങ്കിലും പ്രവൃത്തികൾ അനുഷ്ഠിച്ചു പോകുന്ന ഫാമിലിക്ക് കിട്ടുന്ന അവകാശമാണ് കാരായ്മ എന്ന് പറയുന്നത്. അപ്പൊ ഈ കാരായ്മയില് പല വിധത്തിലുള്ള ജോലികൾ വരും. നമ്മൾ വിചാരിക്കുന്നത് പോലെ അത് മറ്റേ നമ്പൂതിരിക്കോ വാര്യർക്കോ പൊതുവാൾക്കോ അല്ലെങ്കിൽ നായന്മാർക്കോ മാത്രം വെച്ചിരിക്കുന്ന ആ ഒരു പൊസിഷൻ അല്ല. ഒരു കുടുംബത്തിനാണ് ഇത് സാധാരണയായിട്ട് കൊടുക്കാറ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കുടുംബങ്ങൾക്കാണ് കൊടുക്കാറുള്ളത്. പക്ഷെ ഇരിഞ്ഞാലക്കുടയിൽ തന്നെ അവിടെ വെടിവഴിപാട് നടത്താൻ, ആ വെടിപ്പുര നടത്തുന്നത് അവിടുത്തെ ഓട വിഭാഗത്തിൽപ്പെട്ട, എനിക്ക് തോന്നുന്നു ഓടന്മാര് എന്ന് പറയുന്നത് OEC-യിൽ പെടുന്ന ഒരു ഒരു ജാതിയാണെന്ന് തോന്നുന്നു. അവർക്കും കാരായ്മയുണ്ട്. അപ്പൊ ആ ഫാമിലിക്കാണ് ആ വഴിപാട് അല്ലെങ്കിൽ വെടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്താനുള്ള അവകാശം. അതുപോലെ നെല്ല് കുത്തുന്നതിന് അവകാശമുള്ള ഫാമിലികളുണ്ട്. അമ്പലത്തിന്റെ മറ്റേ ഭണ്ഡാര സൂക്ഷിപ്പ് അവകാശമുള്ള ഫാമിലികളുണ്ട്. അപ്പൊ അത്തരത്തിൽ പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടിയ അവകാശം വഴി ജോലി കിട്ടുന്ന ആൾക്കാരുണ്ട്. അവരെ കാരായ്മ എന്നാണ് നമ്മൾ പറയുക. അതിന് രണ്ടാമത്തത് ദേവസ്വം ബോർഡ് ജോലിക്ക് വെക്കുന്ന ആൾക്കാർ. ഈ ദേവസ്വം ബോർഡ് ജോലിക്ക് വെക്കുന്നത് മറ്റേ റിക്രൂട്ട്മെന്റ് ബോർഡ് വഴിയും, പരീക്ഷ എഴുതി പാസ്സാക്കി ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് റിക്രൂട്ട്മെന്റ് ബോർഡ് വഴിയും, പിന്നെ ഡെയിലി വേജസിലും. ഡെയിലി വേജസ് ഇപ്പൊ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഒട്ടുമിക്ക ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും ഡെയിലി വേജസ് അപ്പോയിന്റ്മെന്റ് നടത്തുന്നത് LCAC കമ്മിറ്റികളാണ്. അത് തുറന്നു പറയാതെ വയ്യ. കാരണം അത്രയും കൃത്യമായിട്ട് അവരുടെ ഇടപെടലിൽ നിന്ന് പല ക്ഷേത്രങ്ങളിലും വാദ്യക്കാരായിട്ടും അല്ലെങ്കിൽ സെക്യൂരിറ്റി ജീവനക്കാരായിട്ടും അവിടുത്തെ കൗണ്ടർ ജീവനക്കാരൊക്കെ ആയിട്ട് വരുന്ന താൽക്കാലിക ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് DYFIയുടെയോ AIYFന്റെയോ ഒക്കെ ഭാരവാഹികളും ചുമതലക്കാരും അത്തരത്തിൽ ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെയാണ്. അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ അവരുടെ എലിജിബിലിറ്റിയും അവര് ചെയ്യുന്ന പ്രവർത്തിക്ക് അവർക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ള ചോദ്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ബഹുരസാണ് കാര്യങ്ങള്. അതവിടെ നിൽക്കട്ടെ. അപ്പോ അങ്ങനെ കാരായ്മ, പിന്നെ ദേവസ്വം റിക്രൂട്ട്മെന്റ്, അത് തന്നെ പെർമനന്റ് റിക്രൂട്ട്മെന്റും ഉണ്ട്. അതുപോലെ തന്നെ ഈ ഡെയിലി വേജസും ഉണ്ട്. അപ്പോ അങ്ങനെ ദേവസ്വത്തിന് അപ്പോയിന്റ്മെന്റ് നടത്താവുന്ന തസ്തികകളുണ്ട് അമ്പലത്തില്. അല്ലാത്ത കാരായ്മ അവിടുത്തെ ആചാരങ്ങള്, അനുഷ്ഠാനങ്ങള്, ആ ക്ഷേത്രത്തിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, പൂജാതി കാര്യങ്ങളൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അപ്പോയിന്റ്മെന്റുകൾ നടത്തുന്നതും അല്ലെങ്കിൽ ആൾക്കാരെ അസൈൻ ചെയ്യുന്നതും അവരുടെ ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നതൊക്കെ പ്രധാനമായിട്ടും തന്ത്രിമാരാണ്. തന്ത്രിയാണ് ഒരു ക്ഷേത്രത്തിന്റെ പരമാധികാരി. ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ആ ക്ഷേത്രത്തിലെ പൂജ, ആചാരങ്ങൾ, മറ്റുള്ള ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റെല്ലാ കാര്യങ്ങളുടെയും പരമാധികാരി തന്ത്രിയാണ്. ഇത് ഞാൻ പറയുന്നതല്ല, ഇത് സുപ്രീം കോടതി വെർഡിക്റ്റിലൂടെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോ അത്തരത്തിൽ ഈ കാരായ്മ ചെയ്യുന്ന ഒഴിവിലേക്ക് അല്ലെങ്കിൽ അത്തരം ജോലികളിലേക്ക് ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരം, അവകാശം യഥാർത്ഥത്തിൽ തന്ത്രിമാർക്കാണ്. അപ്പൊ ഇവിടെ സത്യത്തില് ഒരു 2003 ഒരു ഓർഡർ വഴി ഈ അതുവരെ കാരായ്മക്കാർക്ക് മാത്രം ഉണ്ടായിരുന്ന മാലകെട്ട് കഴകം അവകാശം, തെക്കേവാര്യം എന്ന് പറഞ്ഞിട്ടൊരു കുടുംബത്തിനാണ് അവിടെ ഈ അവകാശം നൽകിയിട്ടുള്ളത്. ആ തെക്കേവാര്യത്തെ കുടുംബത്തിന് 2 മാസവും ബാക്കി 10 മാസം ദേവസ്വം കഴകത്തിലേക്ക് ആളെ അസൈൻ ചെയ്യും, പോസ്റ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ ഒരു ഓർഡർ ഇറക്കുകയും അത്തരത്തിൽ 2 മാസം മാത്രം കാരായ്മ ഫാമിലിക്കും ബാക്കിയുള്ള 10 മാസം ദേവസ്വത്തിന്റെ അണ്ടറിലും ഈ ജോലിക്കാരനെ വരുത്തുകയാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു ഓർഡറിന് നിയമസാധുതയുണ്ടോ എന്നുള്ളത് ദൈവത്തിനെ തന്നെ അറിയുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് കാരായ്മ എന്ന് പറയുന്നത് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്ന ഒരു അവകാശമാണ്. ഈ അവകാശത്തെ അത്തരത്തിൽ ഏതെങ്കിലും ഒരാളുടെ റൈറ്റിംഗ് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോഡിയുടെ ഓർഡർ കൊണ്ടോ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് എന്റെ ഒരു ചെറിയ നിയമത്തിലുള്ള അറിവ് വെച്ചിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്നത്. അത് ഇപ്പൊ തെക്കേവാര്യത്തെ ആൾക്കാർ ഹൈക്കോടതിയിൽ ഈ ഓർഡറിനെതിരെ അല്ലെങ്കിൽ ഈ നടപടിക്കെതിരെ കേസൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ട്, കേസൊക്കെ നടന്നു വരുന്നുണ്ട്. അപ്പോ അങ്ങനെ കാരായ്മ ജോലിയിൽ ഉണ്ടായിരുന്ന കഴകം എന്ന് പറയുന്ന ആക്ടിവിറ്റിയിലേക്ക് ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി OBC വിഭാഗത്തിൽപ്പെട്ട, ഈഴവ വിഭാഗത്തിൽപ്പെട്ട
ബാലു എന്ന് പറഞ്ഞ ഒരാളെ അപ്പോയിന്റ് ചെയ്യാണ്. അപ്പൊ അദ്ദേഹം വരുന്നു, ഇവിടെ ചാർജ് എടുക്കുന്നു. അപ്പൊ ആ ദിവസം ഉച്ചവരെ ഈ പ്രവൃത്തി ചെയ്ത ഒരാളെ വൈകുന്നേരം തൊട്ടിട്ട് ഇനി നാളെ തൊട്ട് താങ്കൾ വരേണ്ടതില്ല എന്ന് പറഞ്ഞ് പുറത്താക്കിയിട്ടാണ്, ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ പുറത്താക്കിയിട്ടാണ് ഇദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോ യഥാർത്ഥത്തിൽ ക്ഷേത്രത്തിന്റെ ഒരു അധികാരി അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ ഒരു പരമാധികാരി എന്ന് പറയുന്നത് തന്ത്രി ആയതുകൊണ്ട് തന്നെ ഈ ഈ ഈ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും അവര് തന്ത്രിമാരെ സമീപിക്കുകയും തന്ത്രിമാര് ഇതിനെതിരെ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് എടുക്കുകയും ചെയ്തു. അവര് കൃത്യമായിട്ട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ അധികാര പരിധിയിൽപ്പെട്ട കാര്യമാണ്, അത് ദേവസ്വം ബോർഡ് ചെയ്യേണ്ടതില്ല. അപ്പൊ ദേവസ്വം ബോർഡ് ഈ 2003 ഓർഡറൊക്കെ വെച്ചിട്ട് ഞങ്ങളാണ് 10 മാസം നടത്തുന്നത് എന്നൊക്കെയുള്ള ന്യായമായിട്ട് വന്നു. അപ്പൊ ആ ഒരു തർക്കം അവരുടെ ഇടയിൽ ഇങ്ങനെ നിലനിൽക്കുമ്പോഴാണ് ഇദ്ദേഹം വരുന്നത്. അപ്പൊ അദ്ദേഹം വരുമ്പോ തന്ത്രിമാര് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ വിഷയത്തില് ഈ അപ്പോയിന്റ്മെന്റ് പിൻവലിക്കാതെ ഞങ്ങളുടെ മറ്റേ കടമകൾ അവിടെ നിർവഹിക്കാൻ ബുദ്ധിമുട്ടാണ്, ഞങ്ങൾ മാറി നിൽക്കുകയാണ് എന്നുള്ളൊരു നിലപാടെടുത്തു. അതിനെ ഇദ്ദേഹം ഈഴവനായതുകൊണ്ടാണ് തന്ത്രിമാർ അത്തരത്തിലുള്ള ഒരു നിലപാടെടുത്തത് എന്നുള്ള ഒരു ആംഗിളില് പ്രസന്റ് ചെയ്യപ്പെട്ടു. അത് ജാതീയമായിട്ടുള്ള മറ്റേ എന്താ പറയാ അവർണൻ സവർണൻ എന്നുള്ള ആംഗിളിലേക്കൊക്കെ കഥ ട്വിസ്റ്റ് ചെയ്തു. അങ്ങനെ വലിയ തോതിൽ ബ്രാഹ്മണിക്കൽ ഹെജ്മണി, സവർണ ഫാസിസ്റ്റ് മേധാവിത്വം എന്നൊക്കെയുള്ള ആംഗിളിൽ അത് പ്രസന്റ് ചെയ്യപ്പെട്ടു. യഥാർത്ഥത്തില് നമുക്ക് വസ്തുതകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇദ്ദേഹം അവിടെ അപ്പോയിന്റഡ് ആവുന്നത് ഫെബ്രുവരി മാസം 24-ാം തീയതിയാണ്, ഏതാണ്ട് ഒരു 10-20 ദിവസം മുമ്പ്. എന്നാൽ തന്ത്രിമാര് ഈ കാരായ്മയിലേക്ക് മറ്റേ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി അപ്പോയിന്റ്മെന്റ് നടത്താൻ സാധിക്കില്ല, അത് ഞങ്ങളുടെ അവകാശമാണ്, അത്തരത്തിലുള്ള നീക്കത്തിൽ നിന്ന് ദേവസ്വം ബോർഡ് പിന്മാറണം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷം 2024 ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ കത്ത് മറ്റേ ദേവസ്വത്തിന് കൊടുത്തിട്ടുള്ളതാണ്. അവർ തമ്മിൽ ആ ഒരു വിഷയത്തിൽ തർക്കം അന്നു മുതലേ, അതിനു മുമ്പ് തൊട്ടേ ഈ ഒരു വിഷയത്തിൽ തർക്കം നിലനിൽക്കുന്നതാണ്. അപ്പോ യഥാർത്ഥത്തിൽ ഈ വന്ന ആളുടെ ജാതി നമ്മളൊക്കെ അറിയുന്നത് മറ്റേ ഫെബ്രുവരി മാസം 24-ാം തീയതിയാണ്. പക്ഷെ ഈ തർക്കം അതിന് 8-10 മാസം മുമ്പ് തൊട്ട് തന്നെ ലൈവായിട്ട് നിൽക്കുന്നുണ്ട്. ഈവൻ അതിനു മുമ്പ് തന്നെ ഈ തർക്കം നിലനിൽക്കുന്നുണ്ട്. അപ്പോ ബേസിക്കലി ഇഷ്യൂ എന്ന് പറയുന്നത് ഈ കാരായ്മ ജോലിയിലേക്ക് ദേവസ്വം ബോർഡിന് റിക്രൂട്ട്മെന്റ് നടത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു വിഷയം. അത് ഇല്ല എന്നുള്ള സ്റ്റാൻഡിലാണ് തന്ത്രിമാര് നിൽക്കുന്നത്. അവരുടെ അധികാരത്തിലേക്ക് ദേവസ്വം ബോർഡ് കടന്നു കയറി എന്ന് ആക്ഷേപിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടാണ് അവർ ഇതിൽ നിന്ന് മാറി നിന്നത്. ഈ വന്ന ആളുടെ ജാതിയോ അദ്ദേഹത്തിന്റെ കുലമഹിമയോ ഒന്നും ബേസ് ചെയ്തിട്ടല്ല അത്തരത്തിലുള്ള ഒരു നീക്കം തന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിനെ ജാതിയുടെ ബേസിസിൽ വളച്ചൊടിക്കുകയും ആൾക്കാരിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിൽ പ്രസന്റ് ചെയ്യുകയും ആൾക്കാരെ ഡിവൈഡ് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ കൾപ്രിറ്റ് ചെയ്തിട്ടുള്ള കാര്യം. അത് പൊതുജനങ്ങളെ മറ്റൊരു ആംഗിളിൽ പ്രസന്റ് ചെയ്ത് തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ്. അതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും ആരായിരിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഊഹിച്ചാൽ അറിയാവുന്ന കാര്യമാണ്. ഒരൊറ്റ സെന്റൻസ് കൂടി പറഞ്ഞ് നിർത്താം. ഈ പ്രതിഷ്ഠാ ദിനം, ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തിനോടനുബന്ധിച്ചിട്ടാണ് ഈ ഒരു വിഷയം വല്ലാതെ ഹൈലൈറ്റഡ് ആവുന്നത്. ആ പ്രതിഷ്ഠാ ദിനത്തിന് ഇത്തരത്തിലുള്ള ഒരു അപ്പോയിന്റ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ദേവസ്വം ബോർഡ് പിന്മാറിയില്ല എങ്കിൽ, കാരായ്മയിലേക്ക് ദേവസ്വം ബോർഡ് അപ്പോയിന്റ്മെന്റ് നടത്തിയത് പിൻവലിച്ചില്ല എങ്കിൽ ഈ പ്രതിഷ്ഠാദിന ചടങ്ങുകളിൽ നിന്ന് ഞങ്ങൾ വിട്ടുനിൽക്കുമെന്നാണ് തന്ത്രിമാര് പറഞ്ഞത്. അപ്പൊ ഈ പ്രതിഷ്ഠാ ദിനത്തിനോടനുബന്ധിച്ച് ശുദ്ധി എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ട്. അപ്പൊ ആ ക്ഷേത്രത്തിന്റെ അതുവരെയൊക്കെ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള അശുദ്ധികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ തീർത്തിട്ടാണ് ഈ പ്രതിഷ്ഠാ ദിനത്തിലെ പൂജാതി കർമ്മങ്ങളിലേക്കും കലശത്തിലേക്കും ശീവേലിക്കൊക്കെ പോവുക. അപ്പോ ഈ ശുദ്ധി ചെയ്യുന്നത് ഇവിടെ ഈ വന്ന ഈഴവൻ മാല കെട്ടിയത് കൊണ്ടാണ് ഇപ്പോ ഇവര് ശുദ്ധി ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്ന് പോലും പറഞ്ഞുണ്ടാക്കിയെന്ന് അർത്ഥം. നമ്മള് ഈ ക്ഷേത്രവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഏതൊരാളോടും ചോദിച്ചാൽ അറിയാം, ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ സമയത്തും ഇതുപോലെ തന്നെ മറ്റേ പ്രതിഷ്ഠാദിനം തുടങ്ങിയിട്ടുള്ള ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകൾ നടക്കുന്നതിനോടനുബന്ധിച്ച് അതിന്റെ 1-2 ദിവസം മുമ്പ് ഈ ശുദ്ധി എന്ന് പറഞ്ഞൊരു ക്രിയ ചെയ്യുന്ന പതിവുണ്ട്. അത് എല്ലാ ക്ഷേത്രത്തിലും ഉണ്ട്. അപ്പോ അങ്ങനെ ചെയ്യാൻ പോയ ശുദ്ധിയെ പോലും ഈ ഈഴവൻ വന്നതുകൊണ്ടാണ് ശുദ്ധി ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞുണ്ടാക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ജനങ്ങളുടെ ഇടയിൽ വലിയ തോതിൽ ഈഴവൻ, സവർണൻ, നമ്പൂതിരി, നായര്, വാര്യര് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ വിഷയത്തിലെ കാതലായിട്ടുള്ള പ്രശ്നം. അപ്പോ ഇതൊരു അധികാര തർക്കം മാത്രമാണ്. ആ തർക്കം കോടതിയിലും ചർച്ചയായിട്ടും ഒക്കെ നടക്കുന്നുണ്ട്. അതല്ലാതെ ഇതിൽ ജാതിയുടെ യാതൊരു എലിമെന്റും ഇല്ല. അപ്പോ ഇതില് ആരാണ് ഇതിൽ അധികാരി അവകാശി എന്നുള്ളതൊക്കെ ഇനി നിയമവും കോടതിയും സംവിധാനങ്ങളും തീരുമാനിക്കട്ടെ.
പക്ഷെ ഇതിൽ ജാതീയപരമായിട്ട് അത് ഇപ്പൊ ഈ പറഞ്ഞ ബാലു തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് യാതൊരു ജാതി അധിക്ഷേപവും അവിടെ നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ളത്. അപ്പോ അതോടുകൂടി ഈ പ്രശ്നം തീരുകയാണ് ഉണ്ടായത്. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.